പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ലോർഡ്. കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയരെ, അനുഗ്രഹമേറിയ ഒരു പ്രഭാതയാമം കൂടെ കാണുവാൻ തക്കവണ്ണം സ്വർഗത്തിലെ വലിയനായ ദൈവം നമുക്ക് സഹായിച്ചു. ഹല്ലേലൂയ. നമ്മുടെ പാറയും വീണ്ടെടുപ്പുകാരനുമായിരിക്കുന്ന രക്ഷിതാവിൻ്റെ വരവൽപ്പമൊന്ന് താമസിച്ചതുകൊണ്ട് ഇപ്രകാരം നമുക്ക് ഒരു പ്രഭാതയാമം കൂടെ കണ്ടുണരുവാൻ സ്വർഗത്തിലെ വലിയനായ ദൈവം നമുക്ക് സഹായിച്ചതിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയരെ, ഇന്നലെ കണ്ടവർ എത്രയോ പേർക്ക് ഇന്ന് എന്ന പ്രഭാതമില്ലാതെയാകുന്നു. മരണം അനേകരെ മുറിച്ചു കളയുന്നു. രോഗം അനേകരെ താളടിയാക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അനേകർ അകാല മരണങ്ങൾക്ക് ഇരയായിക്കൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആ വലിയ കൃപയും സാന്നിധ്യവും കരുതലും ദയവും നമ്മളോട് കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് മാത്രമാണ് ഇന്ന് നാം ഒക്കെയും ജീവനോടെ നിലനിൽക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ആരുടെയും പുണ്യപ്രവൃത്തികളോ നീതി പ്രവൃത്തികളോ ഒന്നും കണ്ടുകൊണ്ടല്ല. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, ഹല്ലേലൂയ. ഇന്ന് ഈ പ്രഭാതയാമം ദൈവമായ കർത്താവ് നമുക്ക് അനുഗ്രഹിച്ച് വാഴ്ത്തി നമുക്ക് തരുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, റോസ് ഫാമിലിയുടെ ഫേസ്ബുക്ക് പേജിലൂടെ നിങ്ങളെ എല്ലാവരെയും രാവിലെ സമയം കാണുവാനും നിങ്ങളോട് അല്പനിമിഷം തിരുവചനമായി നിൽപ്പാൻ കർത്താവ് അടിയനെ സഹായിച്ചതിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രത്യേകിച്ച് ഈ ഗ്രൂപ്പിൻ്റെ അഡ്മിന്മാർക്ക് ഞാൻ എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ ഗ്രൂപ്പിൻ്റെ മെമ്പേഴ്സായിട്ടുള്ള അല്ലെങ്കിൽ സഹോദരന്മാർ, സഹോദരിമാർ, കർത്തൃദാസന്മാർ, ദാസിമാർ, എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രത്യേകിച്ച് മാന്യ പ്രേക്ഷകർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി ഞാൻ വീണ്ടും അറിയിക്കുകയാണ്. ദൈവമക്കളെ, ഹല്ലേലൂയ. നമ്മുടെ അരുമനാഥൻ്റെ വരവ് സമീപമായിരിക്കുന്ന ഈ നാളുകളിൽ നമുക്ക് ലഭിക്കുന്ന സമയങ്ങൾ കർത്താവിനായി നമുക്ക് ചെലവഴിപ്പാൻ, കർത്താവിൻ്റെ വരവിനായി നമുക്ക് കാത്തിരിക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. ഒരു പുതിയ ചിന്ത രാവിലെ സമയം നമുക്ക് ഷെയർ ചെയ്യാം. കർത്താവ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, തകർന്ന ഹൃദയത്തെ അറിയുന്ന ദൈവം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. തകർന്ന ഹൃദയത്തെ അറിയുന്ന ഒരു ദൈവത്തെക്കുറിച്ചാണ് രാവിലെ സമയം നമുക്ക് സംസാരിക്കാം, നമുക്ക് ഷെയർ ചെയ്യാം, നമുക്ക് ചിന്തിക്കാം. ഹല്ലേലൂയ. ദൈവമക്കളെ, ചിരിക്കുന്നവർ, കരയുന്നവർ, സന്തോഷിക്കുന്നവർ, ദുഃഖിക്കുന്നവർ ഈ ലോകത്തിൽ അനേകരുണ്ട്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഒരു കാര്യം വ്യക്തമായിട്ട് നമുക്ക് ചിന്തിക്കേണ്ടുന്ന ഒരു കാര്യമുണ്ട്. ഒരു കുട്ടിയുടെ കരച്ചിൽ അത് വലിയ അനുഗ്രഹം തന്നെയാണ്. എന്നാൽ ആ കുട്ടിയുടെ കരച്ചിൽ കൊണ്ട് മാത്രമാണ് ആ കുട്ടിക്ക് ജീവൻ അല്ലെങ്കിൽ തുടിപ്പ് ഉണ്ടോ എന്ന് മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ ആ കുട്ടിയുടെ കരച്ചിൽ കേൾക്കാതെയാകുമ്പോൾ ആ കുട്ടിക്ക് ജീവൻ ഉണ്ടോ എന്ന് ചിന്തിക്കുവാനായിട്ട് തുടങ്ങും. പ്രൈസ് ദി ലോർഡ്. ലൂക്കോസിൻ്റെ സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ 21 വായിക്കുമ്പോൾ, ഇപ്പോൾ കരയുന്നവരായ നിങ്ങൾ ഭാഗ്യവാന്മാർ. പ്രൈസ് ദി ലോർഡ്. ഇപ്പോൾ കരയുന്നവരായ നിങ്ങൾ ഭാഗ്യവാന്മാർ. പ്രിയരെ, നാം കർത്താവിൻ്റെ അരികിലേക്ക് അടുത്ത് വരുമ്പോൾ നമുക്ക് യോവൽ പ്രവചനത്തിൽ പറയുന്ന പോലെ നമുക്കറിയാം, കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നാം അടുത്ത് വരുമ്പോൾ ഹൃദയ നുറുക്കത്തോടുകൂടി കടന്നു വരണം. ഹല്ലേലൂയ. കണ്ണുനീരോടുകൂടി കടന്നു വരണം, പ്രാർത്ഥനയോടുകൂടി കടന്നു വരണം, ഉപവാസത്തോടുകൂടി കടന്നു വരണം, കരച്ചിലോടുകൂടി കടന്നു വരണം. എങ്കിൽ മാത്രമേ ദൈവം നമ്മിൽ പ്രസാദിക്കുകയുള്ളൂ. ഇടുങ്ങിയ അല്ലെങ്കിൽ തകർന്ന ഹൃദയങ്ങളെ ആരാഞ്ഞറിയുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. നമുക്ക് എന്ത് ദുഃഖമായാലും പ്രയാസമായാലും വിഷയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ എന്ത് തന്നെ ഉണ്ടായിരുന്നാലും ഹല്ലേലൂയ, അതിനെയെല്ലാം അതിജീവിക്കുവാൻ പ്രാർത്ഥന എന്ന ഒരു കവചം നമുക്ക് ആവശ്യമാണ്. പ്രിയരെ, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നാം സങ്കീർത്തനം 126-ന്റെ 5-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ഇങ്ങനെ നമുക്ക് കാണുവാൻ കഴിയുന്നു: കണ്ണുനീരോടെ വിതയ്ക്കുന്നവൻ ആർപ്പോടെ കൊയ്യും. പ്രൈസ് ദി ലോർഡ്. കണ്ണുനീരോടെ വിതയ്ക്കുന്നവൻ ആർപ്പോടെ കൊയ്യും എന്നാണ് പറയുന്നത്. ഹല്ലേലൂയ. ആകയാൽ കർത്താവിൽ പ്രിയരെ, ഞാൻ അല്പനിമിഷം തിരുവചനമായി നിങ്ങളുടെ മുമ്പിലായിരിക്കുന്നു. ഇന്ന് നാം ചിന്തിക്കാൻ പോകുന്നത് യെശയ്യാ പ്രവചനം 38-ന്റെ അതിൻ്റെ 1 മുതലുള്ള ചില കാര്യങ്ങൾ, വാക്യങ്ങളെ നാം വായിക്കുമ്പോൾ നമുക്കിവിടെ നാം ചിന്തിക്കാൻ പോവുകയാണ്. ആ കാലത്ത് ഹിസ്കിയാവിന് മരിക്കത്തക്ക രോഗം പിടിച്ചു. ആമോസിൻ്റെ മകനായ യെശയ്യാ പ്രവാചകൻ അവൻ്റെ അടുക്കൽ വന്ന് അവനോട്, നിൻ്റെ ഗൃഹകാര്യം ക്രമത്തിലാക്കുക, നീ മരിച്ചു പോകും, സൗഖ്യമാകയില്ല എന്ന് യഹോവ അരുളി ചെയ്യുന്നു എന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ ഹിസ്കിയാവ് മുഖം ചുവരിൻ്റെ നേരെ തിരിച്ച് യഹോവയോട് പ്രാർത്ഥിച്ചു. അയ്യോ യഹോവേ, ഞാൻ വിശ്വസ്തയോടും ഏകാഗ്ര ഹൃദയത്തോടും കൂടെ തിരുമുമ്പിൽ നടന്നു, നിനക്ക് പ്രസാദമായുള്ളത് ചെയ്തിരിക്കുന്നു എന്ന് ഓർക്കണമേ എന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവമക്കളെ, ഇവിടെ നാം വായിച്ച ഈ വേദഭാഗത്തിൻ്റെ ചരിത്ര പശ്ചാത്തലത്തിലേക്ക് നാം ഒന്ന് ഇറങ്ങി ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, യഹൂദയുടെ 13-ാമത്തെ രാജാവായിരുന്നു ഹിസ്കിയാവ്.
പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. തൻ്റെ വാഴ്ചയുടെ 14-ാം വർഷം തനിക്ക് 39 വയസ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് നമുക്ക് ചിന്തിക്കാവുന്നതാണ്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ തനിക്ക് എന്താണ് സംഭവിച്ചത്? തനിക്ക് മരിക്കത്തക്ക ഒരു രോഗം തനിക്ക് സംഭവിച്ചു. തനിക്ക് മരിക്കത്തക്ക ഒരു രോഗമുണ്ടായി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവമക്കളെ, യെശയ്യാ പ്രവാചകനിലൂടെ ദൈവത്തിൻ്റെ അരുളപ്പാട് ഹിസ്കിയാവിന് ഉണ്ടാകുന്നത് ഇങ്ങനെയാണ്. പ്രൈസ് ദി ലോർഡ്. ഇങ്ങനെയാണ് യെശയ്യാ പ്രവാചകൻ പറയുന്നത്. അവൻ്റെ അടുക്കൽ വന്നിട്ട് നിൻ്റെ ഗൃഹകാര്യം നീ ക്രമപ്പെടുത്തുക. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നിൻ്റെ ഗൃഹകാര്യം നീ ക്രമപ്പെടുത്തുക. അതുമാത്രമല്ല, നീ മരിച്ചു പോകും. മറ്റൊന്ന്, നീ മരിച്ചു പോകും, സൗഖ്യമാകയില്ല എന്ന് യഹോവ അരുളിച്ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നിൻ്റെ ഗൃഹകാര്യം ക്രമപ്പെടുത്തുക, നീ മരിച്ചു പോകും, സൗഖ്യമാകയില്ല എന്ന് യഹോവ അരുളിച്ചെയ്യുന്നു എന്ന് ഹിസ്കിയാവിനോട് യെശയ്യാ പ്രവാചകൻ അരുളിച്ചെയ്യുകയാണ്. ദൈവത്തിൻ്റെ അരുളപ്പാടാണ്. ദൈവമക്കളെ, ഈ ഹിസ്കിയാ പ്രവാചകൻ എന്താണ് ചെയ്തത്? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതിൻ്റെ 2 മുതലുള്ള വാക്യങ്ങളെ വായിക്കുമ്പോൾ നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത് ഇങ്ങനെയാണ്. ഹിസ്കിയാവ് മുഖം ചുവരിൻ്റെ നേരെ തിരിച്ചു യഹോവയോട് പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ. അയ്യോ യഹോവേ, ഞാൻ വിശ്വസ്തയോടും ഏകാഗ്ര ഹൃദയത്തോടും കൂടെ തിരുമുമ്പിൽ നടന്നു. അത് നിനക്കറിയാം. യഹോവേ, പ്രസാദമുള്ളത് ഞാൻ ചെയ്തിരിക്കുന്നു, അത് അങ്ങയ്ക്കറിയാം. എന്നെ ഓർക്കണമേ എന്നാണ് ഹല്ലേലൂയ ഹിസ്കിയാവ് പറയുന്നത്. എന്നെ ഓർക്കണമേ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, എന്നിട്ട് എന്താണ് ഈ ഹിസ്കിയാ പ്രവാചകൻ ചെയ്തത്? ഹല്ലേലൂയ. താൻ മുഖം ചുവരിൻ്റെ അല്ലെങ്കിൽ ഇങ്ങനെയാണ് നാം വായിക്കുന്നത്, മുഖം ചുവരോട് ചേർത്ത് വെച്ച് താൻ കരഞ്ഞു, താൻ നിലവിളിച്ചു, താൻ ദൈവത്തോട് പറഞ്ഞു, ദൈവമേ എന്നെ ഓർക്കണമേ. ഞാൻ ദൈവത്തിന് ഹിതമാമണ്ണം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, അങ്ങക്ക് പ്രസാദമായ കാര്യങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട്, ആകയാൽ എന്നെ ഓർക്കണമേ എന്നാണ് ഹിസ്കിയാവ് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, ഹല്ലേലൂയ. എന്താണ് ദൈവത്തിന് ഓർക്കാനുള്ളത്? ഹല്ലേലൂയ. ദൈവത്തിന് ഹിസ്കിയാവിനോട് ഓർക്കാനുള്ളത് എന്താണ്? അത്രമാത്രം ഹിസ്കിയാവ് എന്താണ് ചെയ്തത്? നമുക്ക് ചിന്തിക്കാം പ്രിയരെ. ഹിസ്കിയാവ് ഹല്ലേലൂയ ദൈവത്തോട് പറയുകയാണ്, എന്നെ ഓർക്കണമേ എന്ന്. ഹല്ലേലൂയ. യഹോവേ, എന്നെ ഓർക്കണമേ, അങ്ങയ്ക്ക് പ്രസാദമായിരിക്കുന്നത് ഞാൻ ചെയ്തിരിക്കുന്നു, എന്നെ ഓർക്കണമേ എന്ന് താൻ പറയുക. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവമക്കളെ, നമുക്ക് ചിന്തിക്കാം. തൻ്റെ വാഴ്ചയുടെ 1-ാം ആണ്ടിൽ 1-ാം മാസം 1-ാം തീയതി തൻ്റെ പിതാവിൻ്റെ കാലം മുതൽ ഹല്ലേലൂയ അടച്ചിട്ടിരുന്ന ദേവാലയം തുറന്ന് അറ്റകുറ്റപ്പണികൾ തീർക്കുകയും പ്രൈസ് ദി ലോർഡ് ആലയം ശുദ്ധീകരിക്കുവാനുള്ള നടപടികൾ ആരംഭിക്കുകയും 16 ദിവസം കൊണ്ട് ആലയത്തിൻ്റെ പണി പൂർത്തീകരിക്കുകയും ഹല്ലേലൂയ തടയപ്പെട്ടു പോയ അല്ലെങ്കിൽ ആരാധന ആലയത്തിൽ നിന്ന് പോയിരുന്ന ആ പ്രവർത്തന മേഖലകളെ താൻ ഹല്ലേലൂയ തനിക്ക് തുടരുവാൻ തുടങ്ങി. തനിക്കതിനെ തുടർന്ന് പ്രവർത്തിപ്പാനായിട്ട് സാധിച്ചു എന്നതാണ് മനസ്സിലാക്കേണ്ടത്. ഹല്ലേലൂയ. കർത്താവിൽ പ്രിയ ദൈവജനമേ, ഹല്ലേലൂയ. ദൈവത്തിന് എത്രമാത്രം അനിഷ്ടമായ കാര്യങ്ങളെ, ദൈവത്തിന് എത്രമാത്രം ഹിതമായ കാര്യങ്ങളെയാണ് താൻ ചെയ്തിരിക്കുന്നത്. നിന്ന് പോയിരുന്ന ആലയത്തിൻ്റെ അറ്റകുറ്റപ്പണികളെ തുടർന്ന് പ്രവർത്തിപ്പാൻ, അതൊരു 16 ദിവസം കൊണ്ട് തന്നെ ആലയത്തിൻ്റെ പണി കംപ്ലീറ്റ് ചെയ്യുവാൻ ഈ ഹിസ്കിയാവിന് സാധിച്ചു. പ്രൈസ് ദി ലോർഡ്. ദൈവ മക്കളെ, 16 ദിവസം കൊണ്ട് അതിനെ പൂർത്തീകരിച്ച് ഹല്ലേലൂയ താൻ എന്താണ് ചെയ്ത്? ആരാധന സ്റ്റാർട്ട് ചെയ്യുവാൻ അല്ലെങ്കിൽ തുടങ്ങുവാനായിട്ട് സാധ്യമായി എന്നത് മനസ്സിലാക്കിക്കൊള്ളണമേ. ഇതാണ് ഹിസ്കിയാവ് ദൈവത്തോട് പറഞ്ഞത്, യഹോവേ ഓർക്കണമേ. എൻ്റെ പിതാക്കന്മാരുടെ കാലത്ത് ആരംഭിച്ചിരുന്ന, അവർ ചെയ്തിരുന്ന ആലയത്തിൻ്റെ അറ്റകുറ്റപ്പണികൾ നിന്നുപോയത് തുടർന്ന് ഞാൻ ചെയ്തില്ലേ? ഞാനതിൻ്റെ പണികളെ കംപ്ലീറ്റ് ചെയ്തില്ലേ? ഇന്ന് അനേകർക്ക് പ്രാർത്ഥിപ്പാനുള്ള വഴികളെ ഞാൻ തുറന്നു വെച്ചില്ലേ? ഹല്ലേലൂയ. ആ ഹിസ്കിയാവ് ചോദിച്ച ആ ചോദ്യത്തിന്, യഹോവേ ഓർക്കണമേ എന്ന് പറയുന്ന കാര്യത്തിന് അനേക കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കുവാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, ഹല്ലേലൂയ. ഈ ഹിസ്കിയാവ് ദൈവത്തോട് പറയുക, ദൈവമേ ഓർക്കണമേ എന്ന്. ഹല്ലേലൂയ. ഇന്ന് പ്രഭാതത്തിൽ ദൈവമക്കളെ, ആരാധനാലയങ്ങൾ മുടങ്ങിക്കിടക്കുന്ന ഒരു സാഹചര്യത്തിലൂടെ നാം കടന്നു പോകുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എത്രയോ ആരാധനാലയങ്ങൾ മുടങ്ങി. എന്നാൽ നമുക്കേയും
ദൈവത്തിൻ്റെ സന്നിധിയിൽ ഹല്ലേലൂയ നെടുമ്പാട് വീണ് കണ്ണുനീരോടുകൂടി നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയുമോ? കർത്താവേ, ഓർക്കണമേ, ദേശം ഇന്നേക്ക് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന, ദേശം ഇന്നേക്ക് വേദനപ്പെട്ടുകൊണ്ടിരിക്കുന്ന, ദേശം ഇന്നേക്ക് എന്തുമാത്രം അവസ്ഥകളിലൂടെ കടന്നു പോകുന്നു എന്നത് നാം ചിന്തിച്ചുകൊണ്ട്, നാം എൻ്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന സഹോദരനെ, സഹോദരിയെ, നാം ഓരോരുത്തരും ചിന്തിച്ച് നാം ദൈവത്തോട് നമുക്ക് ചോദിക്കാം. ദൈവത്തോട് നമുക്ക് ചോദിക്കാം, ദൈവമേ, ഞങ്ങളുടെ ദേശത്തെ ഓർക്ക, ഞങ്ങളുടെ രാജ്യത്തെ ഓർക്കണമേ, ഞങ്ങളുടെ രാഷ്ട്രങ്ങളെ ഓർക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് ചോദിച്ചുകൂടെ? ഹിസ്കിയാവ് ദൈവത്തോട് ചോദിച്ചു, ദൈവമേ ഓർക്കണമേ എന്ന്. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, നമുക്ക് വായിക്കാം. ഇങ്ങനെയാണ് അവിടെ കാണുവാൻ കഴിയുന്നത്. ഹല്ലേലൂയ. താൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു, അയ്യോ യഹോവേ, ഞാൻ വിശ്വസ്തയോടും ഏകാഗ്ര ഹൃദയത്തോടും കൂടെ തിരുമുമ്പിൽ നടന്നു, നിനക്ക് പ്രസാദമായതുള്ളത് ഞാൻ ചെയ്തിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്ന് എന്നെ ഓർക്കണമേ എന്ന് പറഞ്ഞു. ദൈവമക്കളെ, ഹല്ലേലൂയ, ഇവിടെ എന്താണ് നടന്നത്? ഹിസ്കിയാവ് ഏറ്റവും കരഞ്ഞു, ഹിസ്കിയാവ് നിലവിളിച്ചു, ഹിസ്കിയാവ് കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ. താൻ ദൈവത്തോട് നിലവിളിച്ചു. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, താൻ ഇങ്ങനെ, എന്നാൽ യെശയ്യാവിന് യഹോവയുടെ അരുളപ്പാട് വീണ്ടും ഉണ്ടായത് എന്തെന്നാൽ, നീ ചെന്ന് ഹിസ്കിയാവിനോട് പറയേണ്ടുന്നത്, നിന്റെ പിതാവായ ദാവീദിന്റെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ നിന്റെ പ്രാർത്ഥന കേട്ടു. പ്രൈസ് ദി ലോർഡ്. ഞാൻ നിന്റെ പ്രാർത്ഥന കേട്ടു, ഞാൻ നിന്റെ കണ്ണുനീരെ കണ്ടു, ഞാൻ നിന്റെ നിലവിളി കേട്ടു. എനിക്ക് ഹല്ലേലൂയ നിന്നോട് പ്രസാദമുണ്ട്. ഗ്ലോറി. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നിന്റെ കണ്ണുനീർ കണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. ഞാൻ നിന്റെ ആയുസ്സിനോട് 15 സംവത്സരം കൂട്ടും എന്ന ഹല്ലേലൂയ യഹോവയായ ദൈവം, ആമേൻ, ഹല്ലേലൂയ, യെശയ്യാവിലൂടെ അരുളിച്ചെയ്യുക. വീണ്ടും ഹല്ലേലൂയ, ഇന്ന് പ്രഭാതത്തിൽ ദൈവമക്കളെ, എൻ്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന സഹോദരങ്ങളെ, നമ്മുടെ ആത്മീക ജീവിതത്തിലും ശരി, നമ്മുടെ ഭൗതിക ജീവിതത്തിലും ശരി, നമുക്ക് നിന്ന് പോയ അനേക കാര്യങ്ങളുണ്ട്. നാം എന്താണ് ചെയ്യേണ്ടുന്നത്? എന്താണ് നമുക്ക് അനുഗ്രഹത്തിന് തടസ്സമായി നിൽക്കുന്നത്? ഏത് കാര്യമാണ്, ഏത് മതിലാണ് നമുക്ക് മുൻപിൽ നിൽക്കുന്നത്? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവമക്കളെ, ആത്മീക ജീവിതത്തിലേക്ക് നാം ഇറങ്ങി ചിന്തിക്കണമേ. ഹല്ലേലൂയ. നമ്മുടെ ഇടിഞ്ഞു പോയ അവസ്ഥകൾ, നമ്മുടെ തകർന്നു പോയ അവസ്ഥകൾ, നമ്മുടെ ആത്മീക ജീവിതത്തിന് മുമ്പോട്ട് വരുവാൻ കഴിയാത്ത തരത്തിലുള്ള പ്രശ്നങ്ങൾ എന്താണ്? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്ന പ്രഭാതത്തിൽ ദൈവമക്കളെ, നമ്മുടെ ഹൃദയങ്ങളോട് നാം തന്നെ ചോദിക്കണം, ദൈവമേ, തകർന്നു പോയ അവസ്ഥ എവിടെയാണ്? ഹല്ലേലൂയ. എൻ്റെ കർത്താവിനെ പുതുക്കി പണിയണമേ എന്ന്. ആമേൻ. ഹല്ലേലൂയ. സഹോദരനെ, നമുക്ക് ചോദിക്കാം, സഹോദരിയെ, ദൈവത്തോട് ചോദിക്കാം, കർത്താവേ, തകർന്നു പോയ എൻ്റെ അവസ്ഥ, എൻ്റെ ആത്മീക ജീവിതത്തിൽ ഞാൻ എന്തുകൊണ്ട് എനിക്ക് മുമ്പോട്ട് വരുവാൻ കഴിയാതെ പോകുന്നു? ആമേൻ. ഹല്ലേലൂയ. യഹോവേ, എന്നെ ഓർക്കണമേ എന്ന. ഹല്ലേലൂയ. ഇവിടെ ഹിസ്കിയാവ് തൻ്റെ ഗൃഹകാര്യം ക്രമപ്പെടുത്തി. പ്രിയരെ, ഹല്ലേലൂയ. ദൈവത്തിൻ്റെ പ്രവാചകനായിരിക്കുന്ന യെശയ്യാവിലൂടെ തനിക്ക് കേൾക്കുവാൻ കഴിഞ്ഞ ആ ഒരു വാഗ്ദത്തം അല്ലെങ്കിൽ അരുളപ്പാട് താൻ അങ്ങനെ തന്നെ ഏറ്റെടുക്കുവാനായിട്ട് തുടങ്ങി. പ്രൈസ് ദി ലോർഡ്. താൻ ഏറ്റെടുത്ത കർത്താവിൻ്റെ സന്നിധിയിൽ താൻ ഒരുപടിയൂടെ കടന്നു വന്ന്, ഹല്ലേലൂയ, കണ്ണുനീരോടെ, ഹല്ലേലൂയ, ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് അടുത്തു വന്ന് താൻ ദൈവത്തോട് ചോദിക്കുക, യഹോവേ, ഓർക്കണമേ, എൻ്റെ ക്രമക്കാര്യം ഞാൻ ക്രമപ്പെടുത്താം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, ഇവിടെ ഹിസ്കിയാവ് തൻ്റെ ക്രമകാര്യം അല്ലെങ്കിൽ ഗൃഹകാര്യം ക്രമപ്പെടുത്തിയപ്പോൾ, പ്രൈസ് ലോർഡ്, തൻ്റെ ജീവിതത്തിൽ താൻ മരിക്കത്തക്ക രോഗത്തിൽ നിന്ന്, പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ, താൻ വിടുതൽ പ്രാപിച്ചവനായി 15 സംവത്സരം കൂടെ ദൈവം ഹിസ്കിയാവിന് കൂട്ടിക്കൊടുക്കുവാനിടയായി തീർന്നു. ഗ്ലോറി ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഹല്ലേലൂയ. ഈ അതിരാവിലെ സമയം എൻ്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൻ്റെ തകർച്ച, നമ്മൾ ഒരുപക്ഷെ നമ്മുടെ ഭർത്താവ് ദൈവസന്നിധിയിൽ വന്നിട്ടില്ലാത്തൊരു വ്യക്തിയെങ്കിൽ ആ വ്യക്തിക്ക് വേണ്ടി നിങ്ങൾ മുട്ടുമേൽ നിന്ന് പ്രാർത്ഥിക്കുക, കണ്ണുനീരോടെ പ്രാർത്ഥിക്കുക. ഹിസ്കിയാവ് കണ്ണുനീരോടുകൂടി പ്രാർത്ഥിച്ചു. നമ്മുടെ കുഞ്ഞുങ്ങൾ യഥാസ്ഥാനപ്പെട്ട് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് അടുത്തു വരാൻ കഴിയാത്ത തരത്തിൽ ഇന്നും നിങ്ങൾ വ്യാകുലപ്പെടുന്നുവോ, നിങ്ങൾ ഭാരപ്പെടുന്നുവോ? പ്രിയരെ, കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഹിസ്കിയാവിനെ പോലെ കണ്ണുനീരോടുകൂടെ നിങ്ങൾക്ക് പ്രാർത്ഥിക്കുവാൻ കഴിയുമോ? ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അതുപോലെ തന്നെ ദൈവമക്കളെ, ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നമ്മുടെ ആത്മീക ഗോളത്തിൽ നമുക്ക് എന്താണ് തകർച്ചയുണ്ടാകുന്നത്? ഒരു പക്ഷേ ഹല്ലേലൂയ, എൻ്റെ കുടുംബ ജീവിതത്തിൽ എനിക്ക് ഇതുവരെയും ഒരു തലമുറയെ കാണുവാൻ കഴിയാതെയായിരിക്കുന്നു. ഹല്ലേലൂയ. അങ്ങനെ നിങ്ങൾ ഭാരപ്പെടുന്നുവോ?
പ്രൈസ് ലോർഡ്. നിലവിളിക്കുക. ഹന്നയുടെ കണ്ണുനീർ കണ്ട ഒരു ദൈവം ഇന്ന് പ്രഭാതത്തിൽ നമ്മുടെയും കണ്ണുനീർ കാണുവാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നിട്ടുണ്ട്. പ്രൈസ് ലോർഡ്. ആ ദൈവത്തിലാണ് നാം ആശ്രയം വെച്ചിരിക്കുന്നത്. ദൈവമക്കളെ, ഹല്ലേലൂയ, ഹൃദയ നുറുക്കത്തോടുകൂടി, വേദനയോടുകൂടി, ഉപവാസത്തോടുകൂടി, കരച്ചിലോടുകൂടി കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നിങ്ങൾ അടുത്തു വരുന്നു എങ്കിൽ, ഹല്ലേലൂയ, ഹിസ്കിയാവിൻ്റെ കണ്ണുനീരെ കണ്ട ദൈവം ഇന്ന് പ്രഭാതത്തിൽ നമ്മോട് സംസാരിക്കുവാനിടയായിത്തീരും. ആ കർത്താവിൻ്റെ മുഖത്തേക്ക് നമുക്ക് നോക്കാം. ഹല്ലേലൂയ. ആണ്ടവരും രക്ഷകരുമായ യേശു ക്രിസ്തുവിൻ നാമത്തിനാലെ കർത്തരുടെ പിள்ளைங்களே, മുമ്പേ தேவனோட ராஜ்யத்தையும் நீதியும் தேடுங்கள். ஹல்லேலூயா. அதோடு உங்களுக்கு சகலதும் கிடைக்கப்படும் என்று வேதத்தில் சொல்லி இருக்கிறது. கர்த்தருடைய பிள்ளைங்களே, ஹல்லேலூயா, நீங்கள் ஏதாவது ஒரு விதத்தில் நீங்கள் வேதனையோடு இருக்கிறீர்களா? துக்கத்தோடு இருக்கிறீர்களா? ஹல்லேலூயா. பாரத்தோடு நீங்கள் காணப்படுகிறீர்களா? ஹல்லேலூயா. அவருடைய சமூகத்தில் வாருங்கள். ആമേൻ. ഹല്ലേലൂയ. ഇന്ന് കണ്ണീരോടെ, കരച്ചിലോടെ, വേദനയോടെ, ഹല്ലേലൂയ, ഭാരത്തോടെ നിങ്ങൾ കടന്നു വരുമെന്ന് சொன்னால் நிச்சயமாகவே உங்களுடைய பிரச்சனைகளுக்கு விடுதலை உண்டு என்று நீங்கள் விசுவாசத்தோடு ஏற்றுக்கொள்ளுங்கள். கர்த்தருடைய பிள்ளைங்களே, அவருடைய வருகை സമീപമായിരിക്കുന്നത്. ഹല്ലേലൂയ. കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാണ്, നമ്മുടെ യാചനകളെ കേൾക്കുന്ന ദൈവമാണ്. അവൻ സകലത്തെയും അറിയുന്ന ഒരു ദൈവമാണ്. ഹല്ലേലൂയ. ഹൃദയങ്ങളെ ആരാഞ്ഞറിയുന്ന ദൈവമാണ്. ഹല്ലേലൂയ. ദൈവമക്കളെ, ഹല്ലേലൂയ, നമ്മുടെ ദുഃഖങ്ങൾ, നമ്മുടെ പ്രയാസ പ്രതികൂല മേഖലകൾ എല്ലാം കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് സമർപ്പിക്കാം. രാവിലെ സമയം തകർന്ന നുറുങ്ങിയും ഇരിക്കുന്ന ഹൃദയത്തോട് സംസാരിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. ഹല്ലേലൂയ. ആകയാൽ തകർന്ന ഹൃദയത്തെ അറിയുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. അതെ താണ്ടിപ്പോകുവാൻ ദൈവത്തിന് കഴിയുകയില്ല. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. രബിദീമിൽ പാറയടിച്ചപ്പോൾ വെള്ളം പുറപ്പെടുവിച്ചവനായ ഒരു ദൈവം നമ്മോട് കൂടെയുണ്ട്. എരിഹോവിൻ്റെ വൻമതിലുകളെ തകർത്തവനായ ഒരു ദൈവം നമ്മോട് കൂടെയുണ്ട്. ഇസ്രായേൽ മക്കളെ മരുഭൂമി വഴിയായി വഴി ആകയാൽ കണ്ണുനീരോടുകൂടെ, കരച്ചിലോടുകൂടെ, ദുഃഖത്തോടെ, ആത്മഭാരത്തോടുകൂടെ ഈ നാളുകളായി കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നമുക്ക് അടുത്ത് വരാം. നമ്മുടെ ദേശത്തിനായി, നമ്മുടെ ജനങ്ങൾക്കായി, നമ്മുടെ കുടുംബത്തിനായി, നാം ചുറ്റിയുമുള്ള നമ്മുടെ സമൂഹത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം പ്രിയരെ. ഹല്ലേലൂയ. ഹിസ്കിയാവിൻ്റെ കണ്ണുനീരെ കണ്ട ദൈവം, ഹിസ്കിയാവിൻ്റെ പ്രാർത്ഥന കേട്ട ദൈവം, ഹിസ്കിയാവിൻ്റെ നിലവിളിക്ക് മുമ്പിൽ കർത്താവ് ഹിസ്കിയാവിനെ ഓർക്കുവാനിടയായി. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന സഹോദരനെ, സഹോദരിയെ, ദേശത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായി നിങ്ങൾ എന്നെ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്നു. പ്രൈസ് ലോർഡ്. എന്നാൽ ഞാൻ ഒരു കാര്യം വ്യക്തമായി നിങ്ങളോട് പറയട്ടെ. ഹല്ലേലൂയ. ദൈവത്തിന് ഹിസ്കിയാവിനെ കുറിച്ച് ഓർക്കുവാൻ ഉണ്ടായിരുന്നു. നമ്മുടെ ആത്മീക ജീവിതത്തിൽ നാം എന്തെങ്കിലും ഹല്ലേലൂയ ചെയ്തിട്ടുണ്ടോ പ്രിയരെ? കർത്താവിന് ഓർക്കുവാനായിട്ടുള്ളത് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, നമ്മുടെ കുടുംബത്തിന് വേണ്ടി മാത്രമല്ല നാം പ്രാർത്ഥിക്കേണ്ടുന്നത്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവിനോട് നമുക്ക് ചോദിക്കണം, കർത്താവേ എന്നെ ഓർക്കണമേ എന്ന്. അങ്ങനെയെങ്കിൽ ഹല്ലേലൂയ, ഹിസ്കിയാവിനെ പോലെ ആത്മീക ജീവിതത്തിൽ നാം എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ ഇല്ല എന്ന് നിങ്ങൾക്ക് തോന്നിയാൽ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പത്രോസിനോട് കർത്താവ് ഒരിക്കൽ പറഞ്ഞു, പത്രോസേ, ഇപ്പോൾ പിടിച്ചത് വല്ലതും ഉണ്ടെങ്കിൽ കൊണ്ടുവാ എന്ന്. ഹല്ലേലൂയ. എന്നാൽ പത്രോസ് പറഞ്ഞത് ഇങ്ങനെയാ, എൻ്റെ കൈവശം ഒന്നുമില്ലെന്നാതാ എന്ന്. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, ആത്മീക ജീവിതത്തിൽ നാം എന്തെങ്കിലും സാധിച്ചിട്ടുണ്ട് എന്ന് അങ്ങനെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ സന്നിധിയിൽ അങ്ങനെ ചിന്തിച്ചു കൊള്ളരുതേ, ചിന്തിക്കരുതേ എന്ന്. ഹല്ലേലൂയ. കാരണം എന്തുകൊണ്ടെന്നാൽ നമ്മുടെ അവസ്ഥകളെ കണ്ട് കർത്താവ് നമ്മളോട് ഇടപെടുന്ന ഒരു ദൈവമാണ്. നമ്മുടെ അവസ്ഥകളെ, നമ്മുടെ ഹൃദയങ്ങളെ അറിയുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. ആകയാൽ പ്രാർത്ഥനയോടുകൂടി കർത്താവിൻ്റെ സന്നിധിയിൽ, പ്രൈസ് ദി ലോർഡ്, പത്രോസ് പറഞ്ഞതുപോലെ, നാഥാ, ഞാൻ എൻ്റെ കൈവശം ഒന്നും ഇല്ല നാഥാ. ഹല്ലേലൂയ. രാത്രി മുഴുവനും കഷ്ടപ്പെട്ട് ഒന്നും അകപ്പെടില്ല എന്ന, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തോട്, നമ്മുടെ ഹൃദയങ്ങളെ അറിയുന്ന ദൈവത്തോട് നമുക്ക് നിലവിളിക്കാം, നമുക്ക് പറയാം. അങ്ങനെയെങ്കിൽ ഹല്ലേലൂയ, നമ്മുടെ MDI അവസ്ഥകൾക്ക് ഇന്ന് പ്രഭാതത്തിലൊരു മാറ്റമുണ്ടാകട്ടെ. ആത്മീകമായ പുത്തൻ പുതു അഭിഷേകത്തോടുകൂടി കർത്താവ് നമ്മളെ നിറയ്ക്കാൻ പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്. നാം ചെയ്യേണ്ടുന്ന ഒരു കാര്യം, ഇവിടെ ഹിസ്കിയാവ് തൻ്റെ വീട്ടുകാര്യം ക്രമപ്പെടുത്തി. പ്രൈസ് ദി ലോർഡ്. താൻ തൻ്റെ ഇടിഞ്ഞു പോയ അവസ്ഥകളെ, ഹല്ലേലൂയ, തകർന്നു പോയ അവസ്ഥകളെ താൻ കണ്ട് അത് ക്രമപ്പെടുത്തിയപ്പോൾ, പ്രൈസ് ദി ലോർഡ്, ഹിസ്കിയാവിന് 15 സംവത്സരം കൂടെ നീട്ടിക്കൊടുക്കുവാൻ സ്വർഗത്തിലെ ദൈവത്തിന് മനസ്സായി. ആകയാൽ ഇന്ന് പ്രഭാതം അനുഗ്രഹത്തിൻ്റെ പ്രഭാതമായി മാറട്ടെ പ്രിയരെ. നമുക്കെല്ലാവർക്കും ഒന്ന് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് അടുത്ത് വരാം. ഗ്ലോറി. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് നമുക്ക് നമ്മളെ തന്നെ താഴ്ത്തി ഏൽപ്പിച്ചു കൊടുക്കാം. കർത്താവ്, ഞങ്ങളുടെ തകർന്നു പോയ അവസ്ഥകൾ എവിടെയാണ്? കർത്താവ്, ഞങ്ങളെ ഓർമ്മപ്പെടുത്തണമേ.
ഹല്ലേലൂയ. അപ്പച്ചൻ ഞങ്ങളോട് ഇടപെടണമേ, അപ്പച്ചൻ്റെ ശബ്ദം ഞങ്ങൾക്ക് കേൾക്കുവാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കണമേ എന്ന് നമുക്ക് ഇന്ന് പ്രഭാതത്തിൽ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് അടുത്തു വന്ന് കർത്താവിനോട് നമുക്ക് ചോദിക്കാം. ഹിസ്കിയാവിൻ്റെ നിലവിളി കണ്ട ദൈവം, നിലവിളിയെ കേട്ട ദൈവം, ഹിസ്കിയാവിൻ്റെ ജീവിതത്തിൽ വലിയൊരത്ഭുതം ചെയ്ത ദൈവം, നമ്മുടെയും ഹല്ലേലൂയ തകർന്നു പോയ അവസ്ഥകൾക്കൊരു മാറ്റം വരുത്തുവാൻ കർത്താവ് നമ്മെ എല്ലാവരെയും ഇന്ന് പ്രഭാതത്തിൽ സഹായിക്കുമാറാകട്ടെ, അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയരെ, ഇന്ന് നിങ്ങൾ കേട്ടതായ വചനം നിങ്ങൾക്കെല്ലാവർക്കും അനുഗ്രഹമായിരുന്നു എന്ന് ഞാൻ കരുതുകയാണ്. ഞാൻ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. നിങ്ങളും എന്നോട് ചേർന്ന് നിന്ന് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ കഴിയുമോ? കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. മഹാപരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, നല്ല ദൈവമേ കർത്താവേ, ഈ നല്ലതും മനോഹരമേറിയ പ്രഭാതയാമം കർത്താവേ അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി നൽകി തന്നതിനായി സ്തുതിക്കുന്ന കർത്താവേ. എത്രയോ അനേകായിരങ്ങൾ ഹല്ലേലൂയ മരിച്ച് മൺമറിഞ്ഞ് ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു പോയപ്പോൾ പുതിയ ദിവസത്തിൻ്റെ പ്രഭാതം കർത്താവേ ഞങ്ങൾക്ക് അങ്ങ് ഏൽപ്പിച്ചു തന്നതിനായി സ്തോത്രം. അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങളെ പൊടിയോളം താഴ്ത്തുന്നതാ, പൊടിയോളം താഴ്ത്തുന്ന കർത്താവേ. ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിൽ ഒന്നുമില്ലേ ഏതുമില്ലേ എന്ന് കർത്താവെ സമ്മതിക്കുകയാണ്. അങ്ങ് ഞങ്ങളെ ഓർക്കണമേ കർത്താവേ. ഹിസ്കിയാവ് തൻ്റെ ഗൃഹകാര്യം ക്രമപ്പെടുത്തിയപ്പോൾ ഹല്ലേലൂയ ഹിസ്കിയാവിന് ആയുസ്സിൽ നിന്ന് 15 സംവത്സരം കുട്ടിക്കൊടുക്കുവാൻ കർത്താവ് മനസ്സായി. കർത്താവിൻ്റെ ജീവിതത്തിലൊരു മാറ്റം വരുത്തിയതുപോലെ ഈ അടിയങ്ങളുടെ ജീവിതത്തിലും ഒരു വലിയൊരു മാറ്റത്തെ കർത്താവ് നൽകുമാറാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ തകർന്നുപോയ അവസ്ഥകൾക്ക്, ഞങ്ങളുടെ നുറുങ്ങിക്കിടക്കുന്ന അവസ്ഥകൾക്ക് കർത്താവെ ഒരു മാറ്റം തരണമേ. ജീവിതത്തിലെ സന്തോഷവും സമാധാനം ഞങ്ങൾക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കും. കേട്ട വചനം എല്ലാവർക്കും കർത്താവെ അനുഗ്രഹമായിരുന്നു എന്ന് ഞങ്ങൾ കരുതട്ടെ കർത്താവെ. ഹല്ലേലൂയ. കേൾവിക്കാരായിട്ടുണ്ടായിരുന്ന എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കൃപകളാലും വരങ്ങളാലും ഈ നാളുകളായി ഞങ്ങളെ സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്താട്ടെ. സകലതും ഞങ്ങൾക്കായി ജീവനെ വെടിഞ്ഞ രക്ഷകൻ്റെ തന്നെയുള്ള നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. കർത്താവിൽ പ്രിയരെ, നിങ്ങൾ കേട്ടതായി ഈ വചനം നിങ്ങൾക്ക് അനുഗ്രഹമായിരുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുകയും കരുതുകയും ചെയ്യുകയാണ്. ഹിസ്കിയാവിൻ്റെ ജീവിതത്തിൽ ഒരു വലിയൊരു മാറ്റം വരുത്തിയ ദൈവം, ആയുസ് നാட்களிലിടുന്ന 15 സംവത്സരം കൂട്ടിക്കൊടുത്ത ദൈവം, പ്രൈസ് ലോർഡ്, നമ്മുടെയും ജീവിതത്തിൽ വലിയൊരു വിടുതൽ, വലിയൊരു അനുഗ്രഹത്തെ തന്ന് കർത്താവ് നിറയ്ക്കാൻ പോവുകയാണ്. ആകയാൽ കർത്താവിൻ്റെ വലിയൊരു സാന്നിധ്യം ഇന്ന് പ്രഭാതത്തിൽ നമ്മോടുകൂടി ഉണ്ടാകുമാറാകട്ടെ. കേട്ട വചനം എല്ലാവർക്കും അനുഗ്രഹമായി തീരട്ടെ എന്ന് ഞാൻ ഓർക്കുകയും അതുപോലെ തന്നെ റോസ് ഫാമിലിയിലുള്ള വീണ്ടും എല്ലാ അഡ്മിന്മാർക്കും സഹോദരങ്ങളെയും ഓർത്ത് നിങ്ങൾക്ക് പ്രത്യേകം നന്ദിയെ ഞാൻ അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ മാന്യ പ്രേക്ഷകരായിട്ടുണ്ടായിരുന്ന എല്ലാവരെയും ഞാൻ ഓർക്കുകയും നിങ്ങൾക്ക് എൻ്റെ പ്രത്യേകം നന്ദി അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. കർത്താവ് എല്ലാവരെയും സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.